ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഭാസ്കരൻ എന്ന അച്ഛൻ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ ഒരു ക്രൂരനാണെന്ന് കരുതി വെറുത്ത മക്കൾക്കും അനിയത്തി പ്രമീളയ്ക്കും മുൻപിൽ നിധി ആ ഒരു മഹാസത്യം വിളിച്ചു പറയുന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ റിവ്യൂയിൽ പറയാനായിട്ട് പോകുന്നത്. അങ്ങനെ വീട്ടിൽ മറ്റാരുമില്ലാത്ത ഒരു സമയത്താണ് നിധി ഉമ്മറത്തിരുന്നൊരു ബുക്ക് വായിക്കുന്നത്. സുഭാഷും സുധീഷും അടക്കമുള്ള മക്കളെല്ലാവരും ജോലിക്ക് പോയിരിക്കുകയാണ്. നികേഷ് ആണെങ്കിൽ കോളേജിലും. ആ ഒരു സമയത്താണ് കയ്യിൽ കുറച്ച് പേപ്പറുകളുമായിട്ട് ഭാസ്കരൻ അവിടേക്ക് വരുന്നത്. ഭാസ്കരനെ കാണുന്നതും നിധി വളരെ സ്നേഹത്തോടെ ചോദിക്കുന്നുണ്ട്, അച്ഛാ ഭക്ഷണം കഴിച്ചോ, എടുത്തു വയ്ക്കണോ എന്ന്. എന്നാൽ അതിനൊന്നും മറുപടി പറയാതെ വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ തൻ്റെ ഫോണിൽ ഒരു പാട്ടും ഓൺ ചെയ്ത് അവിടെ ഒരു തൂണിൽ ചാരിയിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ നിധിയുടെ മനസ്സ് വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. ആ പാട്ടിലെ വരികൾ ഭാസ്കരൻ്റെ ജീവിതവുമായിട്ട് അത്രമേൽ ബന്ധമുള്ളതായിരുന്നു. നിധി പതുക്കെ ഭാസ്കരൻ്റെ അടുത്തേക്ക് എന്നിട്ട് ആ പാട്ട് ഓഫ് ചെയ്തുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ എപ്പോഴും ഇങ്ങനെ പാട്ടും കേട്ടിരിക്കുകയാണല്ലോ, കുറച്ച് സമയം എന്നോട് സംസാരിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഭാസ്കരൻ നൽകുന്ന മറുപടി വളരെ നിസ്സംഗത നിറഞ്ഞതായിരുന്നു. അല്ല മോളെ, നിന്നോട് ഞാൻ എന്ത് കാര്യമാണ് സംസാരിക്കേണ്ടത്? നമ്മൾ രണ്ടുപേരും ഒരേ പ്രായമല്ലല്ലോ. ഒരേ പ്രായമുള്ളവരാണെങ്കിൽ പലതും സംസാരിക്കാം. ഇതിപ്പോൾ ഞാൻ നിന്നോട് എന്ത് സംസാരിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ നിധി ഒട്ടും വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു. നിധി ചോദിക്കുന്നുണ്ട്, അതല്ല അച്ഛാ, അച്ഛൻ്റെ പഴയ കാര്യങ്ങളൊക്കെ എന്താണ്? എന്തുകൊണ്ടാണ് ഈ കുടുംബത്തിലുള്ളവർ അച്ഛനെ ഇത്രയേറെ ശത്രുതയോടെ കാണുന്നത്? അച്ഛൻ ജയിലിൽ പോയതുകൊണ്ട് മാത്രമല്ല അവർക്ക് ഈ ശത്രുത എന്ന് എനിക്കറിയാം. മറ്റെന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിലുണ്ട് എന്ന് നിധി ചോദിക്കുന്നത് കേട്ടതും ഭാസ്കരൻ്റെ മുഖം മാറുന്നുണ്ട്. അതെ, മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട്. നിനക്കിപ്പോൾ എന്താ അറിയേണ്ടത് മോളെ എന്ന് ഭാസ്കരൻ കുറച്ച് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ നിധി വീണ്ടും പറയുന്നുണ്ട്, ഏയ് ഞാൻ അച്ഛനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല, വെറുതെ അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. ഇത് പഴയതുപോലെ നല്ലൊരു കുടുംബമായിരുന്നെങ്കിൽ അവരുടെ ദേഷ്യമൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ ഒരുമിച്ചിരുന്നെങ്കിൽ ഈ വീട് നന്നാക്കാമായിരുന്നു, എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാമായിരുന്നു എന്നെല്ലാം നിധി പറയുന്നത് കേട്ട് ഭാസ്കരനാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഒരു സിഗരറ്റ് എടുത്ത് കത്തിക്കാൻ പോന്നു. എന്നാൽ നിധി തന്നെ നോക്കുന്നത് കാണുമ്പോൾ ഭാസ്കരനാണെങ്കിൽ പതുക്കെ ആ സിഗരറ്റ് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല ഞാനിത് മാറ്റി വെച്ചത് എന്ന് പറയുമ്പോൾ അതിന് എനിക്കതൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് നിധി പുഞ്ചിരിക്കുന്നു. അങ്ങനെ അവർ ഉമ്മറത്തിരുന്ന് രണ്ടുപേരും സംസാരിക്കുമ്പോൾ നിധി വീണ്ടും പഴയ ആ ചോദ്യത്തിലേക്ക് തന്നെ വരികയാണ്. അച്ഛ, അന്ന് എന്നോടൊരു കാര്യം പറഞ്ഞല്ലോ, അമ്മ എങ്ങനെയാണ് മരിച്ചതെന്ന്. അത് ഞാൻ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. പോലീസുകാരൊക്കെ തെറ്റിദ്ധരിച്ചാണ് അച്ഛനെ അറസ്റ്റ് ചെയ്തതെന്നും അവരുടെ മൂത്ത ജ്യേഷ്ഠനാണ് അതിന് കാരണക്കാരനെന്നൊക്കെ അച്ഛൻ അന്ന് പറഞ്ഞു. എന്നാൽ വെറുതെ ഒരാൾ പോലീസ് അങ്ങനെ അറസ്റ്റ് ചെയ്യില്ലല്ലോ അച്ഛാ. ശരിക്കും അമ്മയുടേത് ഒരു കൊലപാതകം തന്നെയല്ലേ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അങ്ങനെ തന്നെയല്ലേ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഭാസ്കരൻ തൻ്റെ മനസ്സ് നിധിയുടെ മുന്നിൽ തുറക്കുന്നുണ്ട്. കണ്ണീരോടെ ഭാസ്കരൻ ആ കറുത്ത സത്യം നിധിയോട് വെളിപ്പെടുത്തുന്നു. മോളെ, ഞാനും അവളും കൂടെ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അവൾ എൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നതാണ്. അതിൻ്റെ ഒരു ഇഷ്ടക്കേട് അവളുടെ വീട്ടുകാർക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. ഞാൻ അവളെ വളച്ച് കൊണ്ടുവന്നതുകൊണ്ട് അവളുടെ ഏട്ടൻ്റെ വിവാഹമൊന്നും ശരിയായില്ല, അവളെയും കൊണ്ട് ഒളിച്ചോടി വന്നതുകൊണ്ട് അവളുടെ ഏട്ടൻ്റെ വിവാഹമൊന്നും ശരിയായില്ല എന്ന് പറഞ്ഞ് അന്നു മുതൽ എൻ്റെ ഭാര്യയോട് ലളിതയും അവളുടെ ഏട്ടനുമൊക്കെ വലിയ ദേഷ്യത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ലളിതയുടെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വരുന്നത്. സുഭാഷിൻ്റെയും സുധീഷിൻ്റെയൊക്കെ അമ്മ കാണാൻ നല്ല ഭംഗിയുള്ളത്, നിന്നെപ്പോലെ നല്ലൊരു സുന്ദരിയായിരുന്നു. ലളിതയുടെ ഭർത്താവ് നാട്ടിൽ വരുമ്പോഴൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. അന്നൊക്കെ ഞങ്ങൾ നല്ല സൗഹൃദത്തിലായിരുന്നു. എന്നാൽ പതുക്കെ അവൻ എൻ്റെ ഭാര്യയെ മോശം ഉദ്ദേശത്തോടെ നോക്കാനും തൊടാനും പിടിക്കാനൊക്കെ തുടങ്ങി. അവൾ അതിനെ പരമാവധി എതിർത്തു. ഒടുവിൽ സഹികെട്ട് അവൾ എന്നോട് കാര്യം പറഞ്ഞു, തൻ്റെ അനിയത്തിയുടെ ഭർത്താവല്ലേ, ഇനിയിപ്പോൾ ഞാൻ ചെന്ന് അവിടെ വഴക്കുണ്ടാക്കിയാൽ ലളിതയുടെയും മക്കളുടെയൊക്കെ ജീവിതം തകരുമോ, അയാൾ അവരെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള ഒരു ഭയം അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആരോടും പറയണ്ട എന്ന് അവൾ എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചു. ഞാൻ ആരോടും ചോദിക്കാൻ പോയില്ല, എങ്കിലും അവനെ വീട്ടിൽ അടുപ്പിക്കരുതെന്ന് ഞാൻ അവൾക്ക് താക്കീത് നൽകിയിരുന്നു. അതുകൊണ്ട് അവൻ വരുമ്പോഴൊക്കെ അവൾ അകത്ത് കയറി വാതിലടയ്ക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ ജോലിക്ക് പോയ സമയത്ത് അയാൾ വീണ്ടും ഇവിടെ വന്നു. അകത്ത് കയറി അവളോട് വളരെ മോശമായിട്ട് പെരുമാറി. അപ്രതീക്ഷിതമായിട്ട് ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ കണ്ടത് അവൻ ഇവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതാണ്. പരിഭ്രാന്തിയോടെ ഞാൻ അകത്തേക്ക് ഓടിക്കയറിയപ്പോൾ കണ്ട കാഴ്ച എൻ്റെ നെഞ്ച് തകർത്ത് കളഞ്ഞു മോളെ. തറയിൽ തലയടിച്ച് രക്തം വാർന്ന് കിടക്കുകയായിരുന്നു എൻ്റെ ഭാര്യ. ഇത് കേൾക്കുന്നത് നിധി ഞെട്ടലോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ സുനന്ദയുടെ അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ ഭാസ്കരനാണെങ്കിൽ തലയാട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അതേ മോളെ, സുനന്ദയുടെ അച്ഛൻ തന്നെയാണ് ആ കടുങ്കൈ ചെയ്തത്. സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവൾ ചെയ്തതാണോ അതോ അവൻ തള്ളിയിട്ടതാണോ എന്നെനിക്കറിയില്ല. എന്നാൽ എൻ്റെ അനിയത്തി ലളിതയുടെയും അവളുടെ മകളുടെയും ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കുറ്റം സ്വയം ഏറ്റെടുത്ത് ജയിലിലേക്ക് പോവുമായിരുന്നു എന്ന് ഭാസ്കരനാണെങ്കിൽ ആ ഫ്ലാഷ് ബാക്ക് നിധിയോട് തുറന്ന് പറയുന്നു.
ഇത് കേൾക്കുന്ന നിധിയാണെങ്കിൽ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അച്ഛാ? എന്നിട്ട് ആ കൊലയാളി ഇപ്പോഴും സമൂഹത്തിൽ നല്ലവനായിട്ട് നടക്കുകയാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, അവൻ വിചാരിക്കുന്നത് ഞാനെല്ലാം മറന്നു എന്നാണ്. തക്കം കിട്ടിയാൽ അവരെ ഞാൻ പൂട്ടിയിരിക്കും. സ്വന്തം ഭാര്യയെ കൊന്നവൻ എന്ന പേര് ദോഷം. അതിലപ്പുറം എൻ്റെ സ്വന്തം മക്കൾ പോലും എന്നെ വിശ്വസിക്കുന്നില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം. എങ്കിലും ലളിതയും മകളും സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് ഞാൻ കരുതി എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ ഭാസ്കരൻ. അങ്ങനെ ഭാസ്കരൻ്റെ ഭാഗത്ത് നിന്നും ഈ സത്യങ്ങളെല്ലാം കേട്ട നിധിക്കാണെങ്കിൽ വല്ലാതെ സങ്കടം വരുന്നുണ്ട്. സ്വന്തം അനിയത്തിയുടെ ജീവിതം തകരാതിരിക്കാൻ സ്വന്തം ജീവിതവും മക്കളുടെ സ്നേഹവും ബലി നൽകിയ ഈ അച്ഛനോട് ആ അനിയത്തി എന്നും ക്രൂരത മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സത്യം ലളിതയെ അറിയിക്കണമെന്ന് നിധി ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം നിധി അമ്പലത്തിൽ പോയി തിരികെ വരുന്ന വഴിയിലാണ് ലളിതയെയും സുനന്ദയെയും കാണുന്നത്. നിധിയെ കാണുന്നതും ലളിതയാണെങ്കിൽ സുനന്ദയെയും കൂട്ടി മാറി നടക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ നിധി അവരെ തടഞ്ഞു നിർത്തി ചോദിക്കുന്നുണ്ട്, എന്തിനാ എന്നെ കാണുമ്പോൾ മാറിപ്പോകുന്നത്? ഞാൻ നിങ്ങളുടെ മകളെ വശീകരിച്ച് കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രമീളയാണെങ്കിൽ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എൻ്റെ മകളുടെ വിവാഹമൊക്കെ കഴിഞ്ഞില്ലേ, അതുകൊണ്ട് തന്നെ സുഭാഷിനെ നിന്നെ ഇനി അടുപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നും പറയുന്നുണ്ട്. അത്രയ്ക്ക് വൃത്തികെട്ടാണ് വീടാണ് നിങ്ങളുടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിധിയുടെ നേരെ ലളിത പൊട്ടിത്തിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നിധി ലളിതയുടെ മുഖത്ത് നോക്കി ആഞ്ഞടിക്കുകയാണ്, ആ വീട് വൃത്തികേടാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ആ വീട് അങ്ങനെയാകാൻ കാരണം നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ്. നിങ്ങളുടെ ജീവനും ജീവിതവും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഭാസ്കരേട്ടൻ എന്ന നിങ്ങളുടെ ഏട്ടൻ ആ കുറ്റം ഏറ്റെടുത്ത് ജയിലിൽ പോയത് എന്നെല്ലാം നിധി തുറന്നടിക്കുമ്പോൾ ഞെട്ടിക്കൊണ്ട് ലളിത ചോദിക്കുന്നുണ്ട്, എന്താണ് നീ പറഞ്ഞത്? സ്വന്തം ഭാര്യയെ നുറുക്കിയവനെയാണോ നീ ന്യായീകരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, അല്ല, സ്വന്തം ഭാര്യയെ ജീവനേക്കാളും ഏറെ സ്നേഹിച്ച ആ മനുഷ്യൻ ഒരിക്കലും അമ്മയെ കൊല്ലില്ല. ആ അമ്മയെ കൊന്നത് നിങ്ങളുടെ ഭർത്താവാണ്. നിങ്ങളുടെ കുടുംബവും മകളുടെ ഭാവിയും ഓർത്തിട്ടാണ് ആ പാവം അച്ഛൻ എല്ലാം സഹിച്ച് ജയിലിൽ പോയത്. ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഏട്ടനോട് പോയി ചോദിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ നിധി. ഇത് കേട്ട് സുനന്ദയാണെങ്കിൽ അമ്മയുടെ മുന്നിൽ പൊട്ടിക്കരയുന്നുണ്ട്. എന്തൊക്കെയാണ് അമ്മയെ കേൾക്കുന്നത്? അങ്ങനെ നിധി സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നതോടെ ലളിതയുടെ നെഞ്ചും തകർന്നു പോകുന്നുണ്ട്. അങ്ങനെ ലളിത കരഞ്ഞുകൊണ്ട് ഭാസ്കരൻ്റെ വീട്ടിലേക്ക് ഓടിയെത്തുന്നു. തുടർന്ന് ഉമ്മറത്തിരിക്കുന്ന ഭാസ്കരൻ്റെ കാലിലേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ സത്യം പറയുന്ന ലളിതയാണെങ്കിൽ ചങ്ക് പൊട്ടി കരഞ്ഞുകൊണ്ട് നേരെ ഭാസ്കരൻ്റെ അടുത്തേക്ക് ഓടിയെത്തുകയാണ്. തൻ്റെ പെങ്ങൾ ഒരിക്കലും തൻ്റെ മുൻപിൽ ഇങ്ങനെ കരഞ്ഞു കണ്ടിട്ടില്ലാത്ത ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ലളിത നിനക്ക് പറ്റിയത്? നീ എന്തിനാ ഇവിടെ കിടന്നിങ്ങനെ മൂങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ ഭാസ്കരേട്ട എന്ന് വിളിച്ചുകൊണ്ട് ഭാസ്കരൻ്റെ കാലിൽ വീണ് പൊട്ടിക്കരയാണ് ലളിത. തുടർന്ന് ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്, എന്താണ് നിൻ്റെ ഈ പുതിയ നാടകം? ഈ വീട് നിനക്ക് എഴുതി തരണോ എന്ന് ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ലളിത പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട ഏട്ടാ. ഏട്ടൻ എനിക്ക് വേണ്ടി ചെയ്ത ത്യാഗം ഞാൻ അറിഞ്ഞില്ല. എന്നിൽ നിന്നും എല്ലാം മറച്ചു വെച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതേ സമയം ഭാസ്കരൻ തിരിഞ്ഞു നോക്കുമ്പോൾ നിധി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഭാസ്കരൻ നിധിയെ ദേഷ്യത്തോടെ നോക്കുമ്പോൾ നിധി പറയുന്നുണ്ട്, അച്ഛാ, എന്തായാലും അവർ ഈ സത്യം അറിയേണ്ടതല്ലേ? എത്ര കാലം ഇവർ അച്ഛനെ വെറുത്ത് നടക്കും? അതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം തുറന്നു പറഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ നിധി. തുടർന്ന് ഭാസ്കരൻ ലളിതയോട് പറയുന്നുണ്ട്, നീ വിഷമിക്കേണ്ട ലളിതേ, നിന്റെ കണ്ണീര് കാണാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അന്ന് ഞാൻ ആ കുറ്റം ഏറ്റെടുത്തത്. അന്ന് നിന്റെ കെട്ടിയോനെ ഞാൻ ജയിലിൽ അയച്ചിരുന്നെങ്കിൽ നീയും നിന്റെ മകളും തെരുവിലായതിനെ. അതുകൊണ്ടാണ് ഞാൻ എല്ലാം ഉള്ളിലൊതുക്കിയത്. താൻ ചെയ്ത മഹാപരാധങ്ങൾ ഓർത്ത് ലളിതയാണെങ്കിൽ ഭാസ്കരൻ്റെ മുൻപിൽ മാപ്പ് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നേരെ സ്വന്തം വീട്ടിലേക്ക് ചെല്ലുന്ന ലളിത തൻ്റെ ഭർത്താവിൻ്റെ സാധനങ്ങളെല്ലാം പെട്ടിയിലാക്കി പുറത്തേക്ക് വലിച്ചെറിയാണ്. അയാളാണെങ്കിൽ ഞെട്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ ലളിത നീ കാണിക്കുന്നത്? ലളിതയാണെങ്കിൽ ആക്രോശിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഒരു നിമിഷം പോലും നിങ്ങൾ ഈ വീട്ടിൽ നിൽക്കരുത്. എൻ്റെ ഏട്ടൻ്റെയും എൻ്റെയും ജീവിതം തകർത്ത ക്രൂരനാണ് നിങ്ങൾ. നിങ്ങളെപ്പോലൊരു ദുഷ്ടൻ ഇനി എനിക്ക് വേണ്ട, ഇറങ്ങിപ്പോകാൻ പറഞ്ഞുകൊണ്ട് അയാളുടെ നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അങ്ങനെ പ്രമീള ഭർത്താവിനെ അടിച്ചു പുറത്താക്കുന്നുണ്ട്. അതിനുശേഷം ഭാസ്കരനും ലളിതയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നു. നിധി എന്ന പെൺകുട്ടി വന്നതിന് ശേഷം മാത്രമാണ് ആ കുടുംബത്തിൽ ഇത്രയും വലിയൊരു സത്യം പുറത്തു വരുന്നത്. സ്വന്തം അച്ഛൻ ഒരു കൊലയാളിയല്ല, മറിച്ച് തങ്ങൾക്ക് വേണ്ടി ജീവിതം ത്യാഗം ചെയ്ത ദൈവമാണെന്ന് തിരിച്ചറിയുന്ന സുഭാഷും സുധീഷും ഹരീഷും നികേഷൊക്കെ ഭാസ്കരൻ്റെ മുൻപിൽ കൈകൂപ്പി മാപ്പപേക്ഷിക്കുന്ന വൈകാരികമായിട്ടുള്ള രംഗങ്ങളാണ് ഇനി കാറ്റത്തെ കിളിക്കൂടിൽ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വരാൻ പോകുന്ന എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്